ഹലോ, ദുവക്ക് എപ്പോഴുള്ള പരിപാടിയാണ് വെള്ളത്തിൽ കളിക്കുക. എപ്പോഴും വെള്ളത്തിൽ കളിക്കുക, പൂളിൽ പോവുക, അങ്ങനെ മാത്രമേ കുട്ടി പറയുള്ളൂ. അങ്ങനെ ഒരു ദിവസം നമുക്ക് കക്കാടംപൊയിലുള്ള നമ്മളടുത്തുള്ള കക്കാടംപൊയിലുള്ള റിസോർട്ട് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ക്ലൗഡ് സെൻറ്റിൽ പോയതാണ്. അടിപൊളി വ്യൂവും നല്ലൊരു സ്റ്റേക്കേഷനായിരുന്നു. അപ്പോൾ നമുക്ക് കക്കാടംപൊയിലുള്ള ക്ലൗഡ് സെൻറ്റിൻ്റെ റൂം ടൂറും കാര്യങ്ങളൊക്കെ കണ്ട് ഒരു കുഞ്ഞു വ്ളോഗാണിത്. ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റേക്ക് പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ്. ദുവ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്കും നന്നായിട്ട് ഇഷ്ടമായി. പക്ഷേ ഓളെ സന്തോഷമാണല്ലോ നമ്മളെ സന്തോഷം. അത്യാവശ്യം തണുപ്പുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ട്രീ കോട്ടേജ് ആയിരുന്നു. അവിടെ പല ടൈപ്പ് ഓഫ് കോട്ടേജസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള ട്രീ കോട്ടേജിൻ്റെ ഒരു കുഞ്ഞു റൂം ടൂർ കാണിക്കാം. ഈ ട്രീ കോട്ടേജിൽ 2 കപ്പിൾസിന് താമസിക്കാൻ പറ്റിയിട്ടുള്ള 2 കോട്ടേജസ് വന്നിട്ടുണ്ട്. ഡബിൾ ട്രീ കോട്ടേജാണ്. അപ്പോൾ നമ്മുടെ കോട്ടേജിൻ്റെ റൂം ടൂർ കാണിക്കാം. നല്ല നൈസായിട്ട് റൂമാണ്. ഡോർ ഓപ്പൺ ആക്കിയിട്ട് റൈറ്റ് സൈഡിൽ സിങ്ക്, കെറ്റിൽ അതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഡാർക്ക് ഫാൻറ്റസിൻ്റെ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അത്യാവശ്യ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് മിററൊക്കെ അടിപൊളി. അതിൻ്റെ അപ്പുറത്തായിട്ട് ബാത്റൂം സൗകര്യമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഈ കർട്ടൻ ഓപ്പൺ ആക്കിയിട്ട് വലിയ ഗ്ലാസ് വിൻഡോ. ഇനി കണ്ടോ, ദുവ നല്ല സ്റ്റൈലിൽ ഓപ്പൺ ആക്കിയിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതാണ്, ആൾ അതുപോലെ ചെയ്തു. അല്ലെങ്കിൽ എൻ്റെ കുട്ടി അടിപൊളിയാണ്, വലിയ അഭിനയിക്കുകയാണെന്ന് തോന്നാതെ നല്ല ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് വന്ന ഉടനെ ഞങ്ങളൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. ഈവനിങ് ടൈം ആയിരുന്നു. ഏപ്പിക്കല് ആ റീലിങ്ങളൊപ്പം എടുക്കണം എന്നാണ്. അതിലെങ്ങനെ ഡാൻസ് എന്തുവാ ഇപ്പം ഡാൻസ് കളിച്ച കുട്ടി കളിച്ചാൽ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് അവിടെ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റൊക്കെ തിന്ന് ഞങ്ങളങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡാക്കി. അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ പ്രൈമറി ഉദ്ദേശം ദുവക്ക് നന്നായിട്ട് പൂള് കളിക്കണം. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി പൂള് പോകാൻ വിചാരിച്ചു. അപ്പോൾ പോണ വഴിക്ക് അവിടെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്, നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ചുമ്മാ ഷോ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ദുവനെ വിളിച്ചിട്ട് പോയി. പക്ഷെ അവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ഇരിക്കാൻ തോന്നി, ഇരുന്നപ്പോൾ കുറച്ച് നേരം കൂടി ഇരിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. പക്ഷെ ഇത് എപ്പോഴും പൂള് പോവുക, കാരണം പൂളൊക്കെ ഒരുങ്ങി ഇറങ്ങിയതാണല്ലോ. നമ്മളെവിടെ ഇരുന്നാലും ഒക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പോവുക അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇട്ടത്. കുറേ മലകളും നല്ല രസമുണ്ടായിരുന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോസിനും വീഡിയോസിനൊക്കെ പറ്റി നല്ല സ്പോട്ട് ഇട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അഭിനയിക്കണം കാണാം. അപ്പുറത്തെ സൈഡിൽ ഇന്നെ മുങ്ങിപ്പോണേ കൊണ്ടേ ഞാൻ ദുവൻ്റെ കൂടെ കിഡ്സിൻ്റെ ഏരിയയിലാണ് കളിച്ചത്. അങ്ങനെ രാത്രിയായി തുടങ്ങി, ലൈറ്റ്സ് ഒക്കെ വന്ന് പൂള് രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ വെള്ളത്തിന് തന്നെ നല്ല തണുപ്പ് കൂടി വന്ന് ദുവ തണുത്തിട്ട് ഡ്രസ്സ് കൂരി, നനഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് തണുക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങൾ രാത്രി റൂമിലേക്ക് പോയി. ഇത് രാത്രിക്കത്തെ വ്യൂ ആണേ. ഫോട്ടോ എടുക്കാനല്ല, ശരിക്കും നോക്കാൻ. ഇതെന്താ ഇങ്ങനെ? അവിടേക്ക് നമുക്ക് വട്ടത്തില്ലല്ലോ. സൺറൈസും കഴിഞ്ഞ് 8 മണിക്ക് എണീറ്റ് വന്നോളൂ. സൂര്യനെ വട്ടത്ത് കാണാമല്ലോ എന്നുള്ള പരാതിയും പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. ആൾ നല്ല പല്ലൊന്നും തേച്ചിട്ടില്ലെങ്കിലും നല്ല വൈബിലായിരുന്നേ. അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഡാൻസൊക്കെ കളിച്ച്. വീട്ടിലാണെങ്കിൽ ഞങ്ങൾ മോർണിംഗ്സ് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഇവിടെ ആയപ്പോൾ നല്ല ഡാൻസും പാട്ടും ആൾ നല്ല വൈബിലായിരുന്നേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടെ ചുറ്റുവട്ടം മൊത്തം ഫോട്ടോ എടുത്ത് നടക്കായിരുന്നു. ഇന്ത്യ മോളൻ പരിപാടി. 12 മണിക്കായിരുന്നു ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ബൈ പറഞ്ഞു പോന്നു. അങ്ങനെ ദുവക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പോകുന്നത്. ഓൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.